അവർക്ക് സാധിക്കുകയില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിൻ്റെ കാലം കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം. ഈ LDFിൻ്റെ വർഗീയത, ഇവരുടെ അക്രമ രാഷ്ട്രീയം, അഴിമതി, ഇതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ NDA മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ, ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ കഥ കഴിയും. നിങ്ങളതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. UDF എന്ന് പറയുന്ന സംവിധാനം തകരും കേരളത്തിൽ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിൻ്റെ കഥ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയം. പിന്നെ LDFും അവരുടെ നേതൃത്വത്തിലുള്ള വർഗീയ ശക്തികളും ഞങ്ങളും തമ്മിലുള്ള മത്സരമായിരിക്കും ആത്യന്തികമായി കേരളത്തിലുണ്ടാകുന്നത്. മറ്റൊരു സംഭവം, പത്തനംതിട്ടയിലെത്തിയപ്പോൾ അവിടുത്തെ MP KPCC പ്രസിഡന്റ് പകരം വിളിച്ചത് അങ്ങയുടെ പേരാണ്. അതെ, അങ്ങനെ തന്നെയാണല്ലോ. ഈ മറ്റേ നാരായണ 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 എന്ന് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണല്ലോ അവരിപ്പം മോദി 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 എന്ന് പറഞ്ഞ് എല്ലാവരും മോദി അനുകൂലികളായിട്ട് നമ്മുടെ രാജ്യത്ത് മാറുകയാണ്. പിന്നെയും സംശയം അദ്ദേഹത്തിന്. പിന്നെ തിരിഞ്ഞ് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണോന്ന് അദ്ദേഹം ചോദിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹത്തിന് പിന്നെയോ ഒരു സംശയം ഒന്നും. അല്ല, ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കോൺഗ്രസിൻ്റെ കഥ കഴിയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. കോൺഗ്രസിൻ്റെ കഥ കഴിയും കേരളത്തിൽ. അപ്പോൾ പിന്നെ അവർ ദേശീയ തലത്തിലെ പോലെ തന്നെ അവർക്ക് നിൽക്കക്കള്ളിയില്ലാത്ത സ്ഥിതി വരും. അത് ലീഗ് നേരത്തെ മനസ്സിലാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ലീഗിനിപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ചാടിയാൽ മതി എന്നുള്ള ഒരു സ്ഥിതിയിലാണ് ലീഗ് ഉള്ളത്. അല്ല, കോൺഗ്രസ് ഇല്ലാതാവുന്നു കേരളത്തിൽ. കോൺഗ്രസ്സിലെ അണികളും നേതാക്കളും പിന്നെ എങ്ങോട്ട് പോകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവരുടെ കഥ കഴിയും. ഞാനത് വെറുതെ ഒരു പ്രവചനം നടത്തുന്നതല്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കേരളത്തിൽ കോൺഗ്രസിൻ്റെ കഥ കഴിയും. അത് കഴിഞ്ഞ് LDFിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രതിപക്ഷമായിട്ട് NDA നേരിടും. തൃശ്ശൂരല്ല, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പാലക്കാട് എന്താ മോശമാണ്? പാലക്കാട് ഇത്തവണ NDA ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അതെല്ലാം അവർ പ്രഖ്യാപിക്കട്ടെ. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കുന്നത്. അല്ല, അത് സ്വാഭാവികമായിട്ടും ഘടകകക്ഷികൾ ചോദിക്കില്ലേ. പക്ഷെ അത് തീരുമാനമൊക്കെ എടുക്കുന്നത് ഉചിതമായ തീരുമാനമായിരിക്കും. അല്ല, ചില സീറ്റുകളിൽ മാറ്റമുണ്ടാവും. എല്ലാം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പ്രഖ്യാപിക്കുന്നതിനൊരു പ്രസക്തി ഇല്ലാതെ പോലെ. അതെ, അത് അവർക്ക് സഹിക്കുന്നില്ലെന്ന്. 45-50 രൂപയുടെ അരി ആന്ധ്രയിലെ അരി ലോബിയുമായി ചേർന്ന് ഇവർ പോയിട്ട് കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ടുവന്ന അരിയാണ് അവർ വിൽക്കാൻ ഇവിടെ ശ്രമിക്കുന്നത്. അതിന് പകരം നല്ല ഒന്നാം തരം അരി 29 രൂപയ്ക്ക് കിട്ടുമ്പോൾ അവർക്ക് സഹിക്കുന്നില്ല. ജനങ്ങൾക്ക് 16 രൂപ ലാഭം കിട്ടുന്നത് അല്ലെങ്കിൽ 20 രൂപ ലാഭം കിട്ടുന്നതല്ല അവരുടെ പ്രശ്നം. അവരുടെ കമ്മീഷൻ അടിച്ച് വാങ്ങിയ അരി ഇവിടെ കച്ചവടക്കാർ വഴി വിൽക്കണം. അതിനാണ് അവർ ശ്രമിക്കുന്നത്. അത് ഈ നാട്ടിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളും. ഇനി കരി എന്ന് വരുമെന്ന് അറിയില്ല. വന്നോ കേരി വന്നോ? അത് വരാൻ പോകുന്നില്ല. അത് പല വാഗ്ദാനം. ഞങ്ങൾ ക്യൂബയിൽ നിന്ന് വാക്സിൻ ഇറക്കുമെന്ന് പറഞ്ഞ പോലെയാണ് അരി ഇറക്കുമെന്ന് പറഞ്ഞത്. അരി ഇറക്കുമ്പോഴേക്കും ഇവിടെ ആൾ പട്ടിണി കിടന്ന് ചാവും. അതുകൊണ്ടാണ് മോദി നല്ല ഭാരത് അരി കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് തടയാൻ ശ്രമിച്ചാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. ജനങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്യും. ഓക്കെ.